ലോകം അവസാനിക്കാൻ പോകുന്നു. എങ്ങനെയായിരിക്കും അത് സംഭവിക്കുക? മനുഷ്യർ എങ്ങനെ അതിനെ തരണം ചെയ്യും? അതിൽ നിന്ന് രക്ഷപ്പെടും? ഇത്തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് മുന്നിൽ വിശദീകരിച്ചൊരു സിനിമയായിരുന്നു 2009 പുറത്തിറങ്ങിയ 2012 എന്ന് പറയുന്ന ഹോളിവുഡ് മൂവി. പ്രധാനമായിട്ടും മായൻ കലണ്ടറിലെ വർഷങ്ങൾ 2012 അവസാനിക്കുന്നു എന്നൊരു കാര്യം കൊണ്ടായിരുന്നു പലരും 2012 ലോകം അവസാനിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും സംഭവിച്ചില്ല. നമ്മളിന്ന് 2024 ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടെയും നമ്മളുടെ എല്ലാം ഉള്ളിൽ എങ്ങനെയാണ് ലോകം അവസാനിക്കുക, അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തായിരിക്കും, എങ്ങനെ അതിനെ തരണം ചെയ്യാമെന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ചോദ്യങ്ങൾ ഇന്നുമുണ്ട്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുമ്പ് 5 തവണയായിട്ട് ഇത്തരത്തിൽ തന്നെ നമ്മുടെ ലോകം പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള മാസ് എക്സ്റ്റിൻഷൻ തന്നെ നമ്മുടെ ലോകത്ത് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച്, മുൻപ് നടന്ന ലോകാവസാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ലോകം അവസാനിക്കുക, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കും എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചെറിയ തോതിലുള്ള ഐഡിയകൾ തീർച്ചയായും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള മുൻ കഴിഞ്ഞു പോയ 5 ലോകാവസാനങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലുഖ്. നമ്മുടെ ഈ ഒരു ഭൂമി ഉണ്ടായിട്ട് ഏറെക്കുറെ 4.5 ബില്യൺ വർഷത്തിലധികമായി. അതിൽ തന്നെ 3.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പേ നിന്നാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉടലെടുക്കുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കോടാനുകോടി വർഷങ്ങൾക്കിടയിൽ ഒട്ടനവധി ജീവജാലങ്ങൾ നമ്മുടെ ഭൂമിയിൽ ജീവിച്ച് മണ്ണടിഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു കാലത്ത് ഭൂമിയെ പൂർണ്ണമായും അടക്കി വാണിരുന്ന ഒരുപാട് വലിയ വലിയ ജീവജാലങ്ങളുണ്ട്, ദിനോസറുകളെ പോലെ. എന്നാൽ ഇവക്കൊക്കെ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 5 തവണകളായിട്ട് വലിയ തോതിലുള്ള നാശങ്ങൾ നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അത് കാരണമായിട്ടാണ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരുപാടധികം ജീവജാലങ്ങൾ എന്നേക്കുമായി മണ്ണടിഞ്ഞു പോയിട്ടുള്ളത് എന്ന് പറയുന്ന കാര്യമാണ്. അതിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മുമ്പ് ഭൂമിയിൽ അടക്കി വാണിരുന്ന, ഭൂമിയിൽ ജീവിച്ചിരുന്ന പല ജീവജാലങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഒട്ടുമിക്ക ജീവജാലങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല. ചില പ്രത്യേക തരത്തിൽ നശിക്കാതെ കിടന്ന ഫോസിലുകളുടെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഏതാനും ജീവജാലങ്ങളെക്കുറിച്ച് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവ നശിക്കാൻ കാരണമായിട്ടുള്ള വലിയ നാശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ലോകാവസാനങ്ങളെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യമായിട്ട് ഇത്തരത്തിൽ വലിയൊരു മാസ് എക്സ്റ്റിൻഷൻ നടക്കുന്നത് ഏറെക്കുറെ 44.3 കോടി വർഷങ്ങൾക്ക് മുമ്പേ ആണെന്നൊരു കാര്യമാണ്. അതിനെ ശാസ്ത്രം വിളിക്കുന്നത് എൻഡ് ഓർഡോവിസിയൻ എന്നാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സർവനാശത്തിൻ്റെ ഭാഗമായിട്ട് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏറെക്കുറെ 86% വരുന്ന ജീവജാലങ്ങൾ പൂർണ്ണമായിട്ടും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഇത്തരത്തിൽ വലിയൊരു നാശം സംഭവിക്കാൻ 3 കാരണങ്ങൾ പ്രധാനമായിട്ടും സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് വലിയ തോതിലുള്ള ടെമ്പറേച്ചറിലെ വ്യതിയാനമാണ്. ആ ഒരു കാലഘട്ടത്തിൽ അഥവാ 44 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ജീവജാലങ്ങളിൽ ഭൂരിഭാഗവും ജീവിച്ചിരുന്നത് ഭൂമിയിലെ കടലുകളിലായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ ഭൂമിയിലെ ടെമ്പറേച്ചറിൽ മാറ്റം വന്നപ്പോൾ, വലിയ തോതിൽ താപനില കുറഞ്ഞു വന്നപ്പോൾ ഭൂമിയിലെ കടലുകൾ പൂർണ്ണമായിട്ടും ഫ്രീസ് ആകുന്നൊരവസ്ഥയിലേക്ക് മാറുകയുണ്ടായി. അതോടുകൂടി തന്നെ കടലിൽ ജീവിച്ചിരുന്ന പല ജീവികൾക്കും അതിനെ സർവൈവ് ചെയ്യാൻ, അതിനെ മറികടക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നതോടുകൂടിയിട്ട് അവയൊക്കെ തന്നെ എന്നേക്കുമായി നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നിന്നും നശിച്ചു പോവുകയായിരുന്നു. ഇനി രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള ചില മെറ്റലുകളും മറ്റുമൊക്കെ കടൽ ജലത്തിൽ കലർന്നതോടുകൂടിയിട്ട് കടൽ ജലത്തിലെ അല്ലെങ്കിൽ സമുദ്രജലത്തിലെ ഓക്സിജന്റെ അളവിൽ വലിയ തോതിൽ തന്നെ കുറവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഈ വെള്ളത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മാസ് എക്സ്റ്റിൻഷൻ തന്നെ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വലിയൊരു സർവനാശം തന്നെ സംഭവിച്ചിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. കടലിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള പാറകളും കല്ലുകളൊക്കെ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിലാണ് ഇങ്ങനൊരു കാര്യത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് 44 കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രപഞ്ചത്തിൽ നടന്നിട്ടുള്ള സൂപ്പർനോവ എക്സ്പ്ലോഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗാമ റേസും മറ്റുമൊക്കെ ഭൂമിയിലേക്ക് പതിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടും വലിയൊരു സർവനാശം അവിടെ അരങ്ങേറി ഒട്ടനവധി ജീവജാലങ്ങൾക്ക്, അഥവാ എല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഇത്തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങളുടെ അനന്തരഫലമായിട്ട് ഭൂമിയിൽ അന്ന് ഉണ്ടായിരുന്നതിൽ 86% വരുന്ന ജീവജാലങ്ങളും പൂർണ്ണമായിട്ടും നശിച്ചു പോവുകയായിരുന്നു. ബാക്കിയുള്ള 14% വരുന്ന ജീവജാലങ്ങൾ അതിനെ സർവൈവ് ചെയ്തു, അതിനെ മറികടന്നു. അവയ്ക്ക് പിന്നീട് പരിണാമം സംഭവിച്ചിട്ടാണ് ബാക്കിയുള്ള കാലഘട്ടങ്ങളിലേക്ക് വ്യത്യസ്ത ജീവികളായിട്ട് അവർക്ക് തന്നെ മാറി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയും അവിടെ നിന്ന് 12-14 കോടി വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് എൻ ഡിവോണിയൻ എന്ന് പറയുന്ന വലിയൊരു സർവനാശം അരങ്ങേറുന്നത്. പ്രത്യേകിച്ച് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഗ്ലോബൽ
ഗ്ലോബൽ വാർമിംഗ് ആയിരുന്നു. അതായത് 36 to 38 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന വലിയ തോതിലുള്ള ചില അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒട്ടനവധി ഗ്യാസുകളും മറ്റൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കടത്തിവിട്ടിട്ടുണ്ടായിരുന്നു, പ്രവഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് കൃത്യമായിട്ട് ശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചേരുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ 10 മീറ്ററോളം വലുപ്പമുള്ള വലിയ വലിയ പല ജീവികൾ പോലും മണ്ണടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, മരണത്തിന് വിധേയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഭൂമിയിൽ ഉണ്ടായിരുന്ന 75% വരുന്ന ജീവികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ സർവൈവ് ചെയ്യാൻ കഴിയാതെ മരണപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടെട്രാപോഡ്സ് അഥവാ 4 ലിംബ്ഡ് അനിമൽസുകളൊക്കെ തന്നെ കടലിൽ നിന്ന് പതിയെ പതിയെ കരയിലേക്ക് കയറി വരുന്നൊരു കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അഥവാ കടലിൽ മാത്രം ഉണ്ടായിരുന്ന ജീവൻ പതിയെ പതിയെ കരയിലേക്ക് കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടെയും ഇത്തരത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടുള്ള 25% വരുന്ന ജീവികൾ മാത്രമാണ് പിന്നീടുള്ള കാലത്ത് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാടധികം കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നെയും കടന്നു പോകുമ്പോൾ അവയ്ക്കും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവക്കൊക്കെ തന്നെയും പരിണാമം സംഭവിച്ച് വ്യത്യസ്ത ജീവി വിഭാഗങ്ങളായിട്ട് പോലും ഒക്കെ തന്നെ മാറി വരുന്നുണ്ട്. പക്ഷേ പിന്നെയും അടുത്തൊരു സർവനാശം സംഭവിക്കുകയാണ്. ഏറെക്കുറെ 25 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് എൻ പെർമിയൻ എന്ന് പറയുന്ന ആ സർവനാശം അരങ്ങേറുന്നത്. ഇതിനെ ഒരു ഗ്രേറ്റ് ഡൈയിങ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് അപ്പോക്കലിപ്സ് എന്നുള്ള പേരിലൊക്കെയാണ് പലരും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു സർവനാശത്തിലൂടെ ഭൂമിയിൽ ഉണ്ടായിരുന്നതിൽ 96% വരുന്ന ജീവജാലങ്ങളും പൂർണ്ണമായും നശിച്ചു പോയിരുന്നു എന്ന കാര്യമാണ്. ആകെ കൂടെ 4% വരുന്ന ജീവജാലങ്ങൾ മാത്രമേ ഈ ഒരു മഹാനാശത്തെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തന്നെയാണ് ഈ ഒരു നാശത്തിലേക്ക് ഭൂമിയെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മീഥേൻ പോലുള്ള വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസുകളെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കുകയാണ്. അവയൊക്കെ തന്നെയും മേഘങ്ങളിലേക്ക് എത്തുകയും പിന്നീട് ആസിഡ് റെയിനുകൾ വലിയ തോതിൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഭൂമിയിലേക്ക് മഴയായിട്ട് പെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള സർവനാശം ഭൂമിയിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഒട്ടനവധി ജീവജാലങ്ങൾ എന്നേക്കുമായിട്ട് നമ്മുടെ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ട് ഇല്ലാതായി പോയിട്ടുണ്ടായിരുന്നതൊക്കെ. എങ്കിൽ കൂടെയും ബാക്കി അവശേഷിച്ച 4% വരുന്ന ജീവജാലങ്ങൾ പിന്നെയും കോടിക്കണക്കിന് വർഷങ്ങൾ അവിടെ സർവൈവ് ചെയ്യുകയാണ്. അവയിൽ വ്യത്യസ്ത തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണ്, പരിണാമത്തിന് വിധേയമാവുകയാണ്. അങ്ങനെ 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് പിന്നെയും അടുത്തൊരു മഹാനാശം സംഭവിക്കുകയാണ്. ട്രാസിക് എന്ന് പറയുന്ന ഈ ഒരു സർവനാശത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് അടിഭാഗത്തുള്ള വലിയ വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളായിരുന്നു. ഇവിടെയും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിലുണ്ടായ പൊല്യൂഷൻ അല്ലെങ്കിൽ വലിയ തോതിൽ ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ടോക്സിക് ഗ്യാസുകളൊക്കെ തന്നെയാണ് ഈ ഒരു സർവനാശത്തിലേക്കും ഭൂമിയിലെ ജീവജാലങ്ങളെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഭൂമിയിൽ കൃത്യമായിട്ട് ശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവിൽ പോലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്, വലിയ തോതിലുള്ള ആസിഡ് റെയിനുകൾ സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അനന്തര ഫലമായിട്ട് അക്കാലങ്ങളിൽ ഭൂമിയെ അടക്കി ഭരിച്ചിരുന്ന 80% വരുന്ന ജീവജാലങ്ങൾക്ക് നാശം സംഭവിക്കുന്നുണ്ട്. അവയൊക്കെ തന്നെ ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടായി മൺമറഞ്ഞു പോകുന്നുണ്ട്. എങ്കിലും അവിടെയും 20% വരുന്ന ജീവജാലങ്ങൾ അതിജീവിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചില റെപ്റ്റൈൽ വിഭാഗങ്ങളൊക്കെ തന്നെയും അവിടെ സർവൈവ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെയും കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇവയ്ക്ക് പരിണാമം സംഭവിച്ചിട്ട് വലിയ വലിയ ഡൈനോസറുകളായിട്ട് പോലും അവ മാറി വരുന്നുണ്ട്. പിന്നീടുള്ള കോടിക്കണക്കിന് വർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയൊരു കാലയളവിലേക്ക് ഭൂമിയെ പൂർണ്ണമായിട്ടും അടക്കി ഭരിച്ചിരുന്നത്, ഭൂമിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിരുന്നത് ഈ ഭീമാകാരന്മാരായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഡൈനോസറുകൾ തന്നെയായിരുന്നു. പക്ഷേ 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് പിന്നെയും വലിയൊരു സർവനാശം തന്നെ അരങ്ങേറുന്നുണ്ട്. ക്രെറ്റാഷ്യസ് പാലിയോജിൻ എന്ന് പറയുന്ന ഈ ഒരു സർവനാശത്തിലൂടെ ഭൂമിയിൽ അന്നുണ്ടായിരുന്ന വലിയ വലിയ ഭീമാകാരന്മാരായ ഡൈനോസറുകൾ ഉൾപ്പെടെ ഏറെക്കുറെ 75% വരുന്ന ജീവജാലങ്ങൾ പൂർണ്ണമായും നശിച്ചു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഡൈനോസറുകൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അവയുടെ സർവനാശത്തെക്കുറിച്ച് മുമ്പ് പല വീഡിയോകളിലൂടെ ഞാൻ വിശദമായിട്ട് സംസാരിച്ചിട്ടുള്ളതായിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. മെക്സിക്കോയുടെ ഭാഗത്തേക്ക് വന്ന് പതിച്ച ഏറെക്കുറെ 10 കിലോമീറ്ററോളം വലുപ്പമുള്ള വലിയൊരു ആസ്ട്രോയിഡാണ്, വലിയൊരു ചിഹ്നഗ്രഹമാണ് ആ കാലങ്ങളിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള വലിയ വലിയ പല ജീവജാലങ്ങളെയും എന്നേക്കുമായിട്ട് ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു വലിയ ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് പതിച്ചതോട് കൂടിയിട്ട് അതിന് വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. വലിയൊരു സ്ഫോടനം തന്നെ അവിടെ അരങ്ങേറുകയാണ്. ഒരുപാടധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും സുനാമികളും ഒക്കെ തന്നെ ഇതിനോട് ചേർന്നുകൊണ്ട് സംഭവിക്കുകയാണ്. ഭൂമി പൂർണ്ണമായിട്ടും ഒരു കലുഷിതമായ അവസ്ഥയിലേക്ക് പോലും എത്തിച്ചേരുകയാണ്. ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വലിയ തോതിൽ തന്നെ ടോക്സിക് ഗ്യാസുകളും മറ്റുമൊക്കെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഭൂമി പൂർണ്ണമായിട്ടും കറുത്ത പുക കൊണ്ട് മൂടുന്നുണ്ട്. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നതിനെ പോലും അത് വലിയ തോതിൽ തന്നെ തടയുന്നുണ്ട്. ഭൂമിയിലെ വൃക്ഷലതാദികൾക്ക് ചെടികൾക്കൊന്നും തന്നെ അവിടെ സർവൈവ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ എത്തിച്ചേരുകയാണ്. ഇതിൻ്റെ എല്ലാം അനന്തരഫലമായിട്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറെക്കുറെ 75% വരുന്ന ജീവജാലങ്ങളും പൂർണ്ണമായിട്ടും നശിച്ചു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെയും അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില എലികളുടെ മുൻഗാമികളെ പോലുള്ള ചില ജീവജാലങ്ങളൊക്കെ അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും പിന്നെയും കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നിടുമ്പോൾ അവക്കൊക്കെ തന്നെയും പരിണാമം സംഭവിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് നമ്മുടെ ഭൂമിയിലെ ജീവജാലങ്ങൾ മാറി വന്നിട്ടുള്ളത് എന്നാണ് ശാസ്ത്രം വിശദീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെയധികം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെയധികം നമുക്ക് ആകാംക്ഷകൾ തോന്നുന്ന വിഷയമായിട്ട് മാറുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെയും മുൻകഴിഞ്ഞു പോയിട്ടുള്ള 4ഓളം വരുന്ന വലിയ അപ്പോക്കലിപ്സുകൾക്ക് അല്ലെങ്കിൽ മാസ് എക്സ്റ്റൻഷനുകൾക്കൊക്കെ തന്നെയും കാരണമായിട്ടുണ്ടായിരുന്നത് ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ള വലിയ തോതിലുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ആസ്ട്രോയിഡ് കാരണം നാശം സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും അവസാന കാലഘട്ടത്തിൽ, അഥവാ 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അതിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഭൂമിയുടെ കഴിഞ്ഞ കാല ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള എക്സ്റ്റൻഷനുകൾ അല്ലെങ്കിൽ അപ്പോക്കലിപ്സുകൾ എന്ന് പറയുന്നത് 5 മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചു, എന്തൊക്കെ തരത്തിലുള്ള ജീവജാലങ്ങൾ അന്ന് ജീവിച്ചിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ഇന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ മേഖലയിൽ നമുക്ക് വളരെയധികം കുറവുമാണ്. എന്തൊക്കെ തന്നെ ആയാലും ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5-10 കോടി വർഷങ്ങൾക്കിടയിലായിട്ട് ഇത്തരത്തിലുള്ള സർവ്വനാശങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു 2, 3, 4, 5 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയിലും ഇത്തരത്തിലുള്ള പുതിയൊരു സർവ്വനാശം അരങ്ങേറുകയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നെയും മനുഷ്യരുൾപ്പെടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാടധികം ജീവജാലങ്ങൾക്ക് സർവ്വനാശം സംഭവിക്കുകയും ചെയ്യുമെന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ വലിയ തോതിലുള്ള ആസ്ട്രോയിഡുകളായിരിക്കാം അതിന് കാരണമാകുന്നത്. പക്ഷേ ഇവിടെയൊക്കെ തന്നെയും മനുഷ്യർ മുൻകഴിഞ്ഞു പോയിട്ടുള്ള ജീവജാലങ്ങളെക്കാൾ വളരെയധികം ഇൻ്റലിജൻ്റ് ആണ് എന്നൊരു കാര്യം കൊണ്ട് ഇത്തരത്തിലുള്ള വലിയ ആസ്ട്രോയിഡുകൾ നമ്മുടെ ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ദിശ തിരിച്ചു വിടാൻ പോലും പാകത്തിനുള്ള പല ടെക്നോളജികളും നമ്മൾ ഇതിനോടകം തന്നെ വികസിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഡാർട്ട് എന്നൊക്കെ പറയുന്ന ആ ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭൂമിയെക്കുറിച്ചുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ജിയോളജിക്കൽ ആക്ടിവിറ്റികളെക്കുറിച്ച് ഇന്നും കൃത്യമായൊരു ധാരണ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എർത്ത് ക്വേക്കുകൾ പോലുള്ളവ എപ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ വരും കാലങ്ങളിൽ ഏതായാലും ഇത്തരത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന കാര്യം കൊണ്ട് ഒരു പക്ഷേ മനുഷ്യർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഇത്തരത്തിൽ വരാനിരിക്കുന്ന സർവ്വനാശങ്ങളെ ഒരു പക്ഷേ അതിജീവിച്ചേക്കും. അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള സർവ്വനാശങ്ങളിലേക്ക് മനുഷ്യരും വിധേയമാകുന്ന കാഴ്ചകളായിരിക്കും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കാണാൻ വിചാരിക്കുന്നു. കുറച്ചധികം നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന നിലയിലുള്ള ടോപ്പിക്കാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി എന്ത് സംഭവിക്കും, എങ്ങനെയായിരിക്കും ഇനി അടുത്തൊരു എക്സ്റ്റൻഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ വലിയൊരു അപ്പോക്കലിപ്സ് ഉണ്ടാവുക, ലോകം അവസാനിക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കതിനോട് പല കാര്യങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് പലതും അങ്ങനെ ചിന്തിച്ചിരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇത്തരത്തിൽ ലോകാവസാനവുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഏതായാലും ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. ഇത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരുപാടധികം മാസ് എക്സ്റ്റൻഷനുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇനി വലിയൊരു അപ്പോക്കലിപ്സ് അല്ലെങ്കിൽ വലിയൊരു ലോകാവസാനം അരങ്ങേറുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാൻ പ്രതീക്ഷയോടെ ബൈ.